പണ്ട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുള്ള വിവരക്കേടുകളൊക്കെ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന കുറെ വിവരമില്ലാത്തവന്മാര് നമ്മുടെ നാട്ടിലുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ട്. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീ? എന്റെ ഒരു അമ്മായി നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോൾ പ്രസവവേദന ആ ഒലയ്ക്ക് അങ്ങോട്ടൊന്ന് ചാരി വെച്ചിട്ട് അപ്പുറത്തെ മുറി പോയി കുഞ്ഞിനെ പെറ്റിട്ടിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് അമ്മായി ഒരൊറ്റ ചോദ്യ, എന്താണ് ആ ബാക്കി നെല്ലും കൂടെ ഞാൻ കുത്തണോന്ന്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഈ പൊട്ടൻ എന്ന് പറയുന്നത് കമ്പ് മുഴയൊന്നല്ല, ഇവൻ തന്നെ. ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ്. എന്തൊരു രസമായിരുന്നു ആ കാലഘട്ടമൊക്കെ, എന്തൊരു സുഖമായിരുന്നു, സ്ത്രീകൾ എൻജോയ് ചെയ്യായിരുന്നു. പൊട്ടന്മാര് പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ. വാക്കൊക്കെ ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് വളരെ ഈസി ആയിട്ടാണ് പ്രസവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്, എൻജോയ് ചെയ്തുകൊണ്ടിരുന്നതാണ് എന്നൊരു വിവരമില്ലാത്ത പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് കാണും. അല്ല, അത് അബ്നോർമലാണ്. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. അമ്മച്ചി നെല്ലിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രസവവേദന വന്നു. സ്ത്രീകൾ പോലും സ്ത്രീകളെ മനസ്സിലാക്കാത്ത, അവരുടെ ആരോഗ്യാവസ്ഥയെ പരിഗണിക്കാതിരുന്ന ഒരു കാലഘട്ടം. അത് ഗതികേടായിരുന്നു. ആ അവസ്ഥയെ മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ സെൻസ് പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. സുഖപ്രസവം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായാൽ പോലും ഈ അഖിൽമാരാറിന്റെ നിലവാരത്തിലുള്ള കുറെ ബുദ്ധിശൂന്യര് പ്രസവാനന്തരം ആ സ്ത്രീയുടെ ജീവിതം ഏറ്റവും ദുസ്സഹമായ ഒരു അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിനെ നമുക്ക് വിട്ടുകളയാൻ പറ്റുമോ? പറ്റൂല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഏതറ്റം വരെയുമ്പോൾ അതിനുവേണ്ടി ഇവിടെ മെഡിക്കൽ സർവീസ് നമ്മൾ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ആണല്ലോ. ആരോഗ്യ പ്രവർത്തകർ വളരെയധികം ശക്തമായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ എത്ര കാലങ്ങൾ കൊണ്ട് നമ്മൾ നേടിയെടുത്ത വിവരത്തിനെയാണ് വിവരദോഷികൾ വന്നിരുന്ന് പുല്ലുപോലെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളയുന്നത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. പൊന്നു മോനെ.